ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസം നിയമസഭയിൽ ചർച്ചയ്ക്കെടുക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇന്ന് തള്ളി. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം ആയതിനാൽ അടിയന്തര പ്രമേയമായി എടുക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ എൻ ഷംസീർ വിശദീകരിക്കുകയായിരുന്നു. ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ സഭ ബഹിഷ്കരിച്ചു, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ്. സഭാ കവാടത്തിന് പുറത്ത് വനം വകുപ്പിന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. 9 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് 2026 പ്രശ്നം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ? ഈ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം. നിങ്ങൾ കണ്ടില്ലേ അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത്? പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമില്ല, അയ്യപ്പനുമില്ല. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനില്ല. പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ബോർഡിൽ. ദേവസ്വം ബോർഡില്ല. ദേവസ്വം ബോർഡാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് സ്വാഗത സംഘത്തിൽ കൊടുത്തിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ നാടകം അയ്യപ്പ ഭക്തര് തിരിച്ചറിയും. ഈ കാപട്യം നന്നായി നടത്തിയത് പഴയ കാര്യമൊക്കെ ആളുകൾ മറന്നുപോയതാണ്. അതെല്ലാം ആളുകളുടെ ഓർമ്മയിലേക്ക് വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് സർക്കാർ എന്തുകൊണ്ട് വന്നാലും 2 മണിക്കൂർ ചർച്ചയാണ്. 2 മണിക്കൂർ ചർച്ച. അത് എന്തിനു ഭയപ്പെട്ടിട്ടാണ് 2 മണിക്കൂർ ചർച്ച വയ്ക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് പറയുന്നില്ല. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. 3 ദിവസം സർക്കാർ തല കുടിച്ചാണ് ഇറങ്ങിപ്പോയത്. ഇന്നെന്ത് പറ്റി? ഇന്ന് സ്വർണം ഞങ്ങൾ 2 മണിക്കൂർ ചർച്ചയ്ക്കാണ് വന്നത്. സ്വർണം തട്ടിക്കൊണ്ടുപോയത്. സ്വർണം അടിച്ചു മാറ്റിയത് കൊണ്ട് അത് ചർച്ചയില്ല. അടിച്ചു മാറ്റിയതാണ് സ്വർണം. അപ്പൊ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് സർക്കാരും ദേവസ്വം ബോർഡും കാര്യങ്ങൾ ഭക്തരോട്, വിശ്വാസികളോട് പറയാതെ അയ്യപ്പ സംഗമത്തിന് പോകരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അല്ല, ഞങ്ങള് പറഞ്ഞല്ലോ, ഞങ്ങള് ഒരു ബഹിഷ്കരണവും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ഈ 3 ചോദ്യത്തിന് ഉത്തരം പറയാതെ ഞങ്ങളില്ല. അത് വളരെ പ്രധാനമാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ UDF ഉയർത്തിയിരിക്കുന്ന 3 ചോദ്യങ്ങളാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന സമരം തുടരും. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് അടുത്ത സെഷനിലേക്ക് പോകും. ഞങ്ങൾ പറയുന്നത് അനിശ്ചിതകാലമാണ്. സാധാരണ സഭയിൽ കവാടത്തിൽ സമരം ഇരിക്കുമ്പോൾ സഭ തീരുന്ന അനുസരിച്ച് അത് നിർത്തുകയും അങ്ങനെയാണ് സമരം നേരത്തെ മുതൽ. ഉറപ്പായിട്ട് വ്യാപിച്ചല്ലോ. സമരം എല്ലായിടത്തും നടക്കുമല്ലേ. ഇന്നലെയും കുട്ടികൾ ജയിലിൽ പോയില്ലേ? ഇന്നലെയും തിരുവനന്തപുരത്ത് 12 പേർ, KSU പ്രസിഡന്റ് അടക്കം 12 പേര് റിമാൻഡിലാണ്. ഇന്നലെയും വ്യാപകമായി സംസ്ഥാനത്ത് സമരം നടക്കുകയാണ്. ആ സമരം UDF കൂടി ഏറ്റെടുക്കും. തീർച്ചയായിട്ടും സർക്കാർ അങ്ങനെ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി യോജിച്ച് പ്രമേയം കൊണ്ടുവരും. കാരണം ഇത് ഇന്ത്യ മുന്നണി ബീഹാറിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ SIR-നെതിരായിട്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കുചേരും. ഇവിടെ ഒരുമിച്ച് കൊടുക്കും. കാരണം ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി വരാൻ പോവാണ്. ഒരു ജനറൽ ഇലക്ഷന് സമാനമാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ, അല്ലെ? ഇനി നറുക്കെടുപ്പ്, മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അസംബ്ലി ഇലക്ഷനാണ്. ഇതിന്റെ ഇടയിൽ ഈ SIR കൊണ്ടുവരുമ്പോൾ 52.5 ലക്ഷം വോട്ടർമാരാണ് ഇതിന് പുറത്തു പോകുന്നത്. 2002 ബാധകമാക്കിയിരിക്കുന്നത്. 2002 ശേഷം ചേർന്നിരിക്കുന്ന 52.5 ലക്ഷം വോട്ടർമാര് വോട്ടർപട്ടികയിൽ നിന്ന് പുറത്താണ്. ഇനി അവർ ചേർക്കണമെങ്കിൽ വലിയ പ്രോസസ്സാണ്. അവരുടെ പിതാവിന്റെ, മാതാവിന്റെ ജനനത്തീയതിയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ കേരളത്തിൽ ഇത് ചെയ്യുന്നത് തന്നെ അത് നടപടിക്രമം കൃത്യമായി ചെയ്യാൻ പറ്റില്ല. ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനുമാണ്. എന്നിട്ടും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ വാലാട്ടികളായി പ്രവർത്തിക്കുക. നാളെ സംസ്ഥാനത്ത് യോഗം, രാഷ്ട്രീയ പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട്. അവിടെ ഈ വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾ അവതരിപ്പിക്കും.